കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ലോകോത്തരമാണെന്നും വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണെന്നും നിയമസഭയിലും പൊതുവേദികളിലും ഭരണാധികാരികൾ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും തങ്ങൾക്ക് രോഗം വരുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ കൈയൊഴിയുന്ന ജനപ്രതിനിധികളുടെ ഇരട്ടത്താപ്പ് ചർച്ചയാകുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉൾപ്പെടെയുള്ള പ്രമുഖര് കോടിക്കണക്കിന് രൂപ പൊതുപണം ഉപയോഗിച്ച് വിദേശത്തും പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് വിമർശനം ശക്തമാകുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഇത്. സംസ്ഥാനത്തെ സാധാരണക്കാര് ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി സർക്കാർ ആശുപത്രികളിലോ ചികിത്സ തേടാൻ മന്ത്രിമാരും എംഎൽഎമാരും തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ സർക്കാർ മേഖലയിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നവര് തന്നെ സ്വകാര്യ വിദേശ ലോബികൾക്ക് പിന്നാലെ പോകുന്നത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലുള്ള അവരുടെ വിശ്വാസക്കുറവാണ് വ്യക്തമാക്കുന്നത്. കാബിനറ്റ് പദവിയുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ ചികിത്സാ ചെലവുകളിലേക്ക് 6,45,786 രൂപയാണ് സർക്കാർ ഫണ്ടിൽ നിന്നും കൈപ്പറ്റിയത്. സർക്കാർ ചീഫ് വിപ്പ് ഡോ. എൻ. ജയരാജ് 1,19,158 രൂപയും ഈ ഇനത്തിൽ കൈപ്പറ്റി.